ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് എത്തുകയാണ്. ഒറ്റക്കൊമ്പൻ സിനിമയുടെ തിരുവനന്തപുരത്തെ ലൊക്കേഷനിലെത്തിയിരിക്കുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രിയായ ശേഷം ഇതാദ്യമായിട്ടാണ് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നത്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ഈ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം താടി വളർത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയിരുന്നില്ല, പാർട്ടി അനുവാദം നൽകിയിരുന്നില്ല. പിന്നീട് ആ അനുവാദം പ്രത്യേകം ചോദിച്ചു വാങ്ങിയ ശേഷം അദ്ദേഹം വീണ്ടും ആ സിനിമയുടെ അഭിനയത്തിലേക്ക് എത്തുന്നു. ഇന്ന് ആദ്യത്തെ ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? സ്മൃതി, തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൻ്റെ തൊട്ട് മുന്നിലാണ് പ്രധാന ലൊക്കേഷൻ. ഈ ഒറ്റക്കൊമ്പൻ സിനിമയിൽ കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന പ്രധാന കഥാപാത്രമാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് രാവിലെ തന്നെ സുരേഷ് ഗോപി ലൊക്കേഷനിലെത്തിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം പാർട്ടി കേന്ദ്ര നേതൃത്വം ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള അനുവാദം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ ചിത്രീകരണത്തിനുള്ള മറ്റൊരുക്കങ്ങൾ അതിന് നിർമ്മാതാക്കളും സിനിമാ പ്രവർത്തകരും തയ്യാറാക്കി കഴിഞ്ഞു. ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീഗോകുലം ഗോപാലനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒറ്റക്കൊമ്പൻ സിനിമ വലിയ ചർച്ചയായതാണ്. മാസ് ഫിലിം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സുരേഷ് ഗോപി ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ ഈ സിനിമയെ കാത്തിരിക്കുന്നത്. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിനയിക്കാനുള്ള ഒരു ആലോചന സുരേഷ് ഗോപി നടത്തുമ്പോഴാണ് ഈ കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്നും MP ആകുന്നതും പിന്നീട് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നതും. അവിടെയാണ് ഈ അഭിനയത്തിലേക്ക് എത്താനുള്ള ഒരു തടസ്സമുണ്ടാകുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ധാരണയായി എന്ന കാര്യം പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അതിന് പിന്നാലെയാണ് നേതൃത്വം സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയും നൽകിയത്. 2 ദിവസമാണ് തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ ജയിൽ പരിസരത്ത് ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുക. ഏതായാലും ഇപ്പോൾ ചിത്രീകരണം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനിൽ ചിത്രീകരണം ഉൾപ്പെടെ പകർത്താനുള്ള ഒരു തടസ്സമുണ്ട്. നേരത്തെ സുരേഷ് ഗോപി വരുന്ന സമയത്ത് നമ്മൾ പ്രതികരണം തരാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ തൽക്കാലത്തേക്ക് സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒറ്റക്കൊമ്പൻ്റെ ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷനിൽ ചിത്രീകരണം പുരോഗമിക്കുന്നുണ്ട്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം അഭിനയിക്കുന്ന ആദ്യ സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട്. സുരേഷ് ഗോപി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക്, കേന്ദ്ര മന്ത്രിയായ ശേഷമുള്ള ആദ്യ സിനിമ എന്ന പ്രത്യേകതയുമുണ്ട്.